കോടതികളില്ലേ, അവര് തടഞ്ഞോളും ഇത്തരം അന്യായമായ വേട്ടയാടൽ. കോടതിയിലേക്ക് എടുക്കട്ടെ, കോടതി ചവറ്റുകുട്ടയിലോട്ട് എറിയും. നാട്ടുകാരെ പറ്റിക്കാനും വികസനമടക്കമുള്ള വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും ശങ്കരാടി ലോജിക്കാണ് ഇന്ന് ഉപയോഗിക്കുന്നത്. വല്ല പെണ്ണ് കേസിലോ ഗർഭക്കേസിലോ അവരെ പെടുത്തി നാറ്റിക്കുകയാണ് ചെയ്യുന്നത്. ഈ രാഹുലിന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് BJPയുടെ പ്രവർത്തകന്മാർ വീട് വീടാന്തരം കയറി പ്രചരിപ്പിക്കുന്നുണ്ട്. ഇനി ഇത് ആവർത്തിക്കരുത്. രാഹുൽ ഈശ്വർ, ഇപ്പോ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വലിയ തരംഗമാണ്, അദ്ദേഹം ഭാവിയുടെ വാഗ്ദാനമാണ് എന്നൊക്കെ താങ്കൾ പറയുന്ന ഒരു വീഡിയോ വളരെ കോയിൻസിഡൻസ് എന്ന് തന്നെ പറയാം കാണാനിടയായി. ഈ സംഭവം നടന്നതിന് ശേഷമാണ് ഞാനത് കണ്ടത്. ഇന്നലെയോ മറ്റോ താങ്കൾ പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോഴും താങ്കൾ അതിൽ ഉറച്ചു നിൽക്കുകയാണോ ഇന്നത്തെ ഈ തെളിവുകൾ പുറത്തു വരുമ്പോഴും? അനുജാജി, 3 കാര്യങ്ങൾ. ഒന്ന്, ഇന്ന് കേരളത്തിലെ ഏറ്റവും പോപ്പുലറും ജനപ്രീതിയുള്ള MLA രാഹുൽ മാങ്കൂട്ടത്തിലാണ്. 2, അതിന് കാരണം എന്താ അറിയാമോ? നിങ്ങൾ മാധ്യമങ്ങളും അകാരണമായി രാഹുൽ മാങ്കൂട്ടത്തിനെ ആക്രമിക്കുന്ന സ്വന്തം പാർട്ടിയിലെയും എതിർ പാർട്ടിയിലെയും രാഷ്ട്രീയക്കാരും. ഞാനും രാഹുലും എന്നും 2 ഭാഗത്തായി തല്ലുകൂടി നിന്നിട്ടുള്ളവരാണ്. പുള്ളി നെഹ്റുവിയനാണ്, ഞാൻ ഗാന്ധിയനാണ്. പക്ഷേ അതൊക്കെ പോട്ടെ, നെഹ്റുവിയൻ ഗാന്ധിയൻ തുടങ്ങിയ തത്വങ്ങളെ കുറിച്ച് അല്ല രാഹുൽ ഈശ്വർ നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്താണ് മോളെ, ഞാൻ പറയണത് കേട്ടാ മതി. അനുജാജി, എന്തിനെ കുറിച്ചാ പറയുന്നത് എനിക്കറിയാലോ. അപ്പൊ എനിക്ക് പറയാൻ ബാക്കിയുള്ളവർക്ക് കൊടുത്ത പകുതി സമയമെങ്കിലും കൊടുക്കുക. എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തരംഗമാവുന്നതെന്ന് അറിയാമോ? അന്യായത്തിനെതിരെ കേരള ജനതയുടെ പ്രതിരോധമാണ്. VD സതീശൻ എന്ന് പറയുന്ന വാക്കുകൾ വളരെ സൂക്ഷിച്ചുപയോഗിക്കുന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, കേരളം കടലിരുമ്പുന്നത് പോലെ വന്നാലും ഞാൻ എന്റെ നിലപാട് മാറ്റില്ലെന്ന്. അപ്പൊ അതിലൊരു ധ്വനിയുണ്ട്, കേരളം കടലിരുമ്പുന്നത് പോലെ വന്നു. റോക്കിയുടെ പേര് ബോംബെയിൽ മാത്രമല്ല, എല്ലായിടത്തും പാട്ടാ. ഭയങ്കരമായ ആള്. അനീതിക്കെതിരെ കേരള ജനത പ്രതികരിച്ചതാണ്. ഒരു പരാതി പോലും ഇല്ലാതെ യുവാവായ ഒരു MLA വേട്ടയാടുന്ന മാധ്യമങ്ങളും എല്ലാ പാർട്ടികളും മുഖ്യമന്ത്രിയും പോലീസുകാരും നിന്നപ്പോ കേരള ജനതയുടെ പ്രതിരോധമാണ് നമ്മൾ കണ്ടത്. പറഞ്ഞത് കേട്ടോടാ. കേരള ജനതയുടെ എന്ത് പ്രതിരോധം എന്നാണ് താങ്കൾ പറയുന്നത് രാഹുൽ ഈശ്വർ? ഞാൻ ഒരു പ്രതിരോധവും കണ്ടില്ല, ഞാൻ ഒരു കേരള ജനതയെയും കണ്ടില്ല. അപ്പൊ എന്ത് തോന്നി? ഞാൻ ചിരിച്ചുപോയി. അല്ല, കണ്ടു എന്ന് അനുജാജിയുടെ വാക്കുകൾ വെച്ച് പറയാം. ഇപ്പൊ അനുജാജി നേരത്തെ ചോദിച്ചല്ലോ, രാഹുലിന്റെ ജനപ്രീതിയിൽ നിങ്ങൾ അന്തം വിട്ടിരിക്കുകയാണല്ലോ എന്ന്. ആ ജനപ്രീതി രാഹുലിന്റെ പ്രതിരോധമാണ്. ചോദിച്ചു വാങ്ങണ്ടായിരുന്നു. ഞങ്ങൾ സ്വകാര്യ ബില്ലായിട്ട് അവതരിപ്പിക്കാൻ കൊണ്ടുവന്ന മെൻസ് കമ്മീഷൻ തടഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ഇന്നും ഇന്നലെയും നാളെയും രാഹുൽ മാങ്കൂട്ടത്തിനോട് എനിക്ക് എതിർപ്പേ ഉള്ളൂ. പക്ഷേ ഒരു പാവം ചെറുപ്പക്കാരനെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോ കേരള ജനത പ്രതിരോധിച്ചതാണ്. ആ പ്രതിരോധമാണ് കോൺഗ്രസിനെ അടക്കം MLA സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. 2, VD സതീശൻജി പറഞ്ഞതുപോലെ കടലിരമ്പി വരുന്ന കേരളം ഉണ്ടായതിന്റെ കാരണം എന്താ അറിയോ? എല്ലാവർക്കും എന്നെ മതി. ഞങ്ങൾ വരിയാഹാരം കഴിച്ചാണ് ജീവിക്കുന്നത്. പൊതുജനം കഴുതയല്ലാന്ന് നിങ്ങളുടെ പരിപാടി പോലെ ഞങ്ങൾ ആരും കഴുതകളൊന്നും അല്ലല്ലോ. നമ്മൾ വരിയാഹാരം കഴിച്ച് ജീവിക്കുന്നതല്ലേ. എന്താ സംഭവം നമുക്ക് അറിഞ്ഞൂടെ? ഒരു പരാതി പോലും ഇല്ലാതെ വേട്ടയാടുന്നതിന്റെ പിന്നിലെ സത്യം എന്താണ്? പിന്നല്ലാതെ. അത് ശരി. ഇപ്പോൾ ഈ പുറത്തു വന്നിട്ടുള്ള തെളിവുകളെയൊക്കെ അപ്പാടെ തള്ളിക്കളഞ്ഞുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിനെ പ്രതിരോധിച്ചുകൊണ്ട് അദ്ദേഹത്തിന് സംരക്ഷണം നൽകിക്കൊണ്ട് മുന്നിട്ട് നിൽക്കണം എന്ന് വെച്ച് പാർട്ടിയിലെ ബുദ്ധിജീവികളെ ചോദ്യം ചെയ്യരുത്. കൃത്യമായി വരികൾ വെച്ച് പറയാം. ജോർജ് വലിയ ബഹുമാനമാണ്. നേരത്തെ പറയുന്നത് കേട്ടു, ഒരു സ്ഥാനത്തിരുന്ന് അങ്ങനെ പറയാൻ പറ്റുമെന്ന്. സാറേ, സ്ഥാനത്തിരുന്ന് ഗർഭധാരണം ചെയ്യണമെന്നല്ല പറഞ്ഞത്. വെള്ളം കുച്ചാൻ പറ്റത്തില്ല, ഷഡ്ഡിയിടോ, അത് അതിന്റെ ബാനാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു. ആ പെൺകുട്ടിയോട് നമുക്കൊരു കുഞ്ഞു വേണമെന്ന് പറഞ്ഞു. അവർ തമ്മിൽ ഇഷ്ടവും ബന്ധവും ഒരു കുടുംബവും പ്ലാൻ ചെയ്യുകയായിരുന്നു. നമ്മൾ ആണുങ്ങളായോണ്ട് നമുക്കറിയാം, ഒരു പെണ്ണിനോട് സെക്സും ലൈംഗികതയും മാത്രമാണ് താല്പര്യങ്ങൾ. കുഞ്ഞു വേണമെന്ന് പറഞ്ഞു. അവർ തമ്മിൽ പ്രണയമോ ഇഷ്ടമോ ആയിരുന്നു. പിന്നീട് അവർ തമ്മിൽ ഉടക്കി മാറി പിരിഞ്ഞു. കഷ്ടായി പോയി. യഥാർത്ഥത്തിൽ ഏതൊരു കുടുംബത്തിലും ബന്ധത്തിലും സംഭവിക്കുന്ന ബന്ധം കുടുംബഛിദ്രം അല്ലെങ്കിൽ ഡിവോഴ്സ് അല്ലെങ്കിൽ ബ്രേക്കപ്പ്, ന്യൂ ജനറേഷന്റെ ഭാഷയിൽ പറഞ്ഞാൽ ബ്രേക്കപ്പ് ഉണ്ടായി. സ്വഭാവം എനിക്ക് തീരെ പിടിക്കുന്നില്ല കേട്ടോ. എന്നാ പിന്നെ നീ എന്നെ ഡൈവേഴ്സ് ചെയ്തേ. എന്നിട്ട് അതിന്റെ പേരിൽ ഒരു പെൺകുട്ടിയുടെ വിഷമത്തെ വെച്ച് രാഷ്ട്രീയം കളിക്കുന്ന ഈ നാട്ടിലെ രാഷ്ട്രീയക്കാരെ നാട്ടുകാർക്ക് മനസ്സിലാകും. സ്വാഭാവികം. എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോകുന്നിടത്ത് എല്ലായിടേക്കും ജനങ്ങൾ വരുന്നതും സപ്പോർട്ട് വരുന്നതും? നേരത്തെ അനുജാജി പറഞ്ഞ ജനപ്രീതി ഉണ്ടാകുന്ന, ഞാൻ പറഞ്ഞത് ജനപ്രീതി എന്ന് പറഞ്ഞത് എന്റെ അഭിപ്രായമേ അല്ല. ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞ് സമാധാനിക്കാനല്ലേ കഴിയുള്ളൂ. ഈ ജോർജ് പടിപ്പാറ സർ അദ്ദേഹം പറഞ്ഞ ഒരു വാചകം എടുത്തുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഈ പറയുന്ന സോക്കോൾഡ് ജനപ്രീതി കണ്ട് നിങ്ങളൊക്കെ പകച്ചു പോയോ എന്നല്ലാതെ അദ്ദേഹത്തിന് ജനപ്രീതി ഉണ്ടെന്ന് ഞാൻ പറയില്ല.
പൊതുവിജ്ഞാനമില്ല. മാത്രമല്ല അദ്ദേഹം വളർന്നു വരുന്ന വാഗ്ദാനമാണ് എന്നൊക്കെ പറയുന്ന വീഡിയോ ഇട്ടത് താങ്കളാണ്. അപ്പോൾ എന്റെ ചോദ്യം അതാണ്, താങ്കൾ ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുകയാണോ രാഹുൽ ഈശ്വർ? 100%. അത് കലക്കി. നമ്മൾ പുരുഷന്മാർ പൊതുരംഗത്തേക്ക് ഇറങ്ങി നിൽക്കുമ്പോ ഏതെങ്കിലും പെണ്ണ് കേസ് കൊണ്ടുവന്ന് നമ്മളെ നശിപ്പിക്കണമെന്ന സന്ദേശത്തിലെ ശങ്കരാടിയിൽ നിന്ന് നമ്മൾ മലയാളികൾ ഒരു ഇഞ്ച് മുമ്പോട്ട് പോയിട്ടില്ല. അത് ശരിയാ അല്ലേ? ഏതാണ്ട് ഒരു 3 മാസം മുൻപാണ് ഇത്തരത്തിൽ ആദ്യമായി ചില കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടത്, പുറം ലോകം അറിഞ്ഞത്. അതിനുശേഷം ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് കുറച്ചുകൂടി ഗൗരവത്തിലുള്ള കാര്യങ്ങളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്റെ ബോധ്യം അങ്ങനെയാണ്. തോന്നി അതങ്ങനെ വരൂ. അതൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇത് വെറും വേട്ടയാടലാണ് എന്ന് താങ്കൾക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത് രാഹുൽ ഈശ്വർ? രണ്ട് വരി പറഞ്ഞോട്ടെ. ഒന്ന്, ഇവിടെ ഇരിക്കുന്ന ഓരോ പുരുഷന്മാരും കേട്ടോണ്ടിരിക്കുന്ന പുരുഷന്മാരും ഓർക്കണം, നമ്മൾ നമ്മുടെ മകൻ, നമ്മുടെ അച്ഛൻ, നമ്മുടെ സഹോദരൻ ജയിലിൽ നിന്ന് ഒരു വ്യാജാതി അകലത്തിൽ മാത്രമാണ്. നമ്മളെ കൊടുക്കാൻ ഏതെങ്കിലും ഇതേപോലെ വ്യാജ ആരോപണങ്ങൾ കൊണ്ടുവരും. അവര് തമ്മിലൊരു വ്യക്തിപരമായ ബന്ധവും ഇഷ്ടവും ഉണ്ടായിരുന്നു. കപ്പിൾസിന്റെ ഇടയിൽ ബ്രേക്കപ്പ് സംഭവിക്കില്ലേ? ഈ ഇരിക്കുന്നവരെല്ലാരും ജീവിതത്തിൽ ബ്രേക്കപ്പോ ഡിവോഴ്സോ അല്ലെങ്കിൽ കുടുംബ തകർച്ചയോ ഒന്നും കാണാത്തവരാണോ? അപ്പോ എന്താണ് രാഹുൽ ഈശ്വർ? കഷ്ടമാണ്, എടുത്തുകൊണ്ട് കഷ്ടമാണ്. ഇതൊരു ബ്രേക്കപ്പ് എന്നൊക്കെയുള്ള തരത്തിലേക്ക് താങ്കൾക്ക് ലഘൂകരിച്ചുകൊണ്ട് എങ്ങനെ പറയാൻ കഴിയുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു പെൺകുട്ടിയോട് ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിയോട് ഗർഭധാരണത്തിന് ഇതൊക്കെ പുറമെ ഇങ്ങനെ കൂടുതൽ ആവർത്തിക്കുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ താങ്കൾ ദയവ് ചെയ്ത് കേൾക്കൂ, ഇതിങ്ങനെ ആവർത്തിച്ച് പറയുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് വ്യക്തിപരമായി. പക്ഷേ താങ്കൾ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ ഞാൻ ഒറ്റത്തവണ, ഇനി ഞാനിത് ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഒരൊറ്റത്തവണ ഞാൻ ചോദിക്കുകയാണ്, നമുക്കിഷ്ടമുള്ള ഒരു പെൺകുട്ടിയോട്, അതും ഒരാളാണോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. മാഡത്തിന് ഇത് കേൾക്കുന്ന ഇഷ്ടമില്ലാത്ത എന്താ അറിയാമോ? നാട്ടുകാരെ ഗർഭം എന്ന വാക്ക് വെച്ച് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കുഞ്ഞ് വേണമെന്നൊരു സ്ത്രീയോട് പറയുന്നതിന്റെ അർത്ഥം ആ സ്ത്രീയോട് അവന് ബന്ധമുണ്ടായിരുന്നു, ഇഷ്ടമുണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. സെക്സ് വേണമെന്നല്ല, ലൈംഗികത വേണമെന്നല്ല, വൺ നൈറ്റ് സ്റ്റാൻഡ് വേണമെന്നല്ല. ഇത് ഒരാളോടാണോ രാഹുൽ ഈശ്വർ? രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരാളോടാണോ പറഞ്ഞത്? വേറെ ആരോടാ പറഞ്ഞേ? ഈ 10 പരാതികളിൽ 5 പരാതി രാഹുലിന് അനുകൂലമാണെന്ന് അറിയാമോ? നിങ്ങൾ ഓരോ മലയാളികളും അറിഞ്ഞിരിക്കണം. ഈ 10 പരാതികൾ രാഹുലിനെതിരെ വന്നു എന്ന് മീഡിയക്കാർ പറയുന്നില്ലേ? ആ 10ന്റെ FIR എന്റെ ഇരിപ്പുണ്ട്. അതിൽ 5 പരാതികൾ രാഹുലിനെ അപകീർത്തിപ്പെടുത്തുന്നു. അതിനെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞതാണ്. എത്ര മീഡിയ ഈ സത്യം പറഞ്ഞിട്ടുണ്ട്? 2, രാഹുലിനെതിരെ തേർഡ് പാർട്ടി പരാതികളല്ലേ വന്നത്? ബാക്കിയുള്ളവന്റെ ഗർഭത്തിന് തേർഡ് പാർട്ടി പരാതി കൊടുക്കാൻ ഈ നാട്ടിൽ എന്താ ഭ്രാന്താണോ? യഥാർത്ഥത്തിൽ നമ്മളെ നാട്ടുകാരെ പറ്റിക്കാനും വികസനമടക്കമുള്ള വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും ശങ്കരാടി ലോജിക്കാണ് ഇന്ന് ഉപയോഗിക്കുന്നത്. ശരിയല്ലേ? നമുക്ക് എത്രയോ നല്ല കാര്യങ്ങളിൽ ഇലക്ഷൻ ഫൈറ്റ് ചെയ്യാം. വികസനം, റോഡ്, തോട് തുടങ്ങിയ കാര്യങ്ങളിൽ ഡെവലപ്മെന്റ്, എത്രയോ പ്രോജക്ട്സിന്റെ കാര്യത്തിൽ സംസാരിക്കാം. 100% ഞാൻ യോജിക്കുന്നു. ഒറ്റ ചോദ്യം താങ്കളോട് ചോദിക്കട്ടെ. താങ്കൾ ഒരു അഭിഭാഷകൻ കൂടിയാണല്ലോ. ഇപ്പോൾ നിയമവിരുദ്ധമായി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ്. ഈ ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്നു എന്നൊക്കെ പറയുന്നത് അത് നിയമപരമായി ചെയ്യാവുന്ന കാര്യമാണോ? എന്നെ കൊലക്ക് കൊടുക്കാനല്ലേ നിങ്ങളെ പരിപാടി? അതെന്നോട് വേണ്ട. മാധ്യമങ്ങൾ ഇതിൽ തെറ്റായി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിയമപരമായി ഇത്രയും കാലമായിട്ടും അദ്ദേഹത്തിന് നീങ്ങാൻ കഴിഞ്ഞിട്ടില്ല രാഹുൽ ഈശ്വർ? ഒരു വരി തിരിച്ചു ചോദിച്ചോട്ടെ. ഈ നാട്ടിലെ എനിക്കൊക്കെ ബഹുമാനമുള്ള സർവശക്തനായ മുഖ്യമന്ത്രി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയെ കൊല്ലാൻ നോക്കി എന്ന് പറഞ്ഞിട്ട് എല്ലാ മാധ്യമങ്ങളും എതിര് നിന്നിട്ടും രാഹുലിനെതിരെയുള്ള അന്വേഷണത്തിൽ 1 ഇഞ്ച് മുമ്പോട്ട് പോകാൻ കേരള സർക്കാരിന് കഴിഞ്ഞോ? കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. ഇല്ലാത്ത എന്തുകൊണ്ടാണ് അറിയാമോ? അവരുടെ കയ്യിൽ സത്യമില്ല എന്നുള്ളത് കൊണ്ടാണ്. എന്തൊക്കെ വാർത്ത രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൊടുത്തു? എന്തെങ്കിലും ക്ലച്ച് പിടിച്ചോ? അവസാനം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതിയെങ്കിലും ഉണ്ടോ? ആ റിനി എന്ന് പറയുന്ന കള്ളം പറയുന്ന പെൺകുട്ടി വന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പരാതി കൊടുത്തിട്ട് അവസാനം റിനിയെ സാക്ഷിയാക്കി. ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ആ പെൺകുട്ടി ധൈര്യപൂർവ്വം തന്നെ മുന്നോട്ട് പോവുകയാണ്, മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ പോകുന്നു എന്ന് തന്നെയാണ്. ഞാൻ താങ്കളിലേക്ക് എത്താം. ഈ നാട്ടിൽ കോടതികളില്ലേ, അവര് തടഞ്ഞോളും ഇത്തരം അന്യായമായ വേട്ടയാടൽ. കോടതിയിലേക്ക് എടുക്കട്ടെ, കോടതി ചവറ്റുകുട്ടയിലോട്ട് എറിയും ആ ചാർജ് ഷീറ്റ്. എന്തായാലും കലക്കിട, നിന്നെ ഞങ്ങൾ സമ്മതിച്ചു തന്നിരിക്കുന്നു.